കൂട്ടുകാരെ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാടക വീട്ടിൽ, നമ്മുടെ പുതിയ വാടക വീട്ടിലെ ആദ്യത്തെ ദിനം, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ പുതിയ വാടക വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ചായ ഇന്നലെ വെളിയിൽ വെച്ച് കെട്ടിട്ടായിരുന്നു. അപ്പം ഇന്ന് അകത്ത് അത് കയറിയിട്ടുള്ള ആദ്യത്തെ ചായ ഉണ്ടല്ലേ ഏവാച്ചി? കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പുതിയ വാടക വീട്ടിൽ നിന്ന് മീനുട്ടി പഠിക്കാൻ പോവേന് കേട്ടാ. അല്ലേ മീനുട്ടി? നമ്മളാണ്ട കാപ്പി, ഇന്നത്തെ ഇവിടുത്തെ കാപ്പി എന്തോ വാച്ചി? ചപ്പാത്തി നേരത്തെ ചായ പിടിച്ചായിരുന്നു. അപ്പം കട്ടൻ കറി, കട്ടൻ കറിയുന്നു. വെളിച്ചെണ്ണ എവിടെ മിസ്സായി. ഇതെല്ലാം എന്താ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ഇത് എപ്പോഴും ഒതുക്കി എടുക്കുമെന്ന് തോന്നി. ഇത് കണ്ട, അതാണ്ട ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളാകെ ഇത് മാത്രം, ഈ റൂം മാത്രം ഒരു പരുവത്തിന് സെറ്റ് ചെയ്തെടുത്ത് ഒരു ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മളങ്ങനെ നമ്മളെ പുതിയ വാടക വീട്ടിൽ നിന്ന് മീനൂട്ടിനെ പഠിക്കാൻ കൊണ്ടാക്കാൻ പോണു. കയറ് അതൊക്കെ മാറ്റിത്തരാം. അപ്പോൾ കൂട്ടുകാരെ, ചേട്ടതാ ഇപ്പം വന്ന കേട്ടോ. അപ്പം മുട്ടക്കാവ് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായത്. നമ്മുടെ TV സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ സ്റ്റൂള് 2-3 ചൂല്, അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനുകുട്ടിയുടെ കസേര, അങ്ങനെ ഉണ്ടായിരുന്ന ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടുതാ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ മുട്ടക്കാവിൽ വീട്ടിൽ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയ സമയത്ത് നമ്മൾ കൊണ്ടുവന്ന പാത്രങ്ങൾ കഴുകി തന്നെയാണ് കൊണ്ടുവന്നതെങ്കിലും ഞാനത് ഒന്നും കൂടി കഴുകിയൊക്കെ തോരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി ഇട്ട് കേട്ടോ, ചോറ് വയ്ക്കാനായിട്ട് തീയൊക്കെ കത്തിച്ച് ഇട്ടു. ചേട്ടനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചേട്ടന് കിട്ടിയ സാധനമാണ് കാരയ്ക്ക. അതാ ഇത് ഞങ്ങളുടെ ഇവിടെ കാരയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, കാരയ്ക്ക ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് സംഭവം, കാരയ്ക്ക ഇത് അറിയത്തില്ല. ചില നാടുകളിൽ ഈന്തപ്പഴത്തിനാണ് അവർ കാരയ്ക്ക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ഞങ്ങളിവിടെയൊക്കെ കാരയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്തിനാണ് പറയണതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളിത് ഉപ്പിലിടാറാണ് ചെയ്യുന്നത്. അച്ചാറിടുന്നവരുണ്ട്, ഉപ്പിലാണ് ഞങ്ങൾ കൂടുതൽ ഇടുന്നത്. എല്ലാവരും പറഞ്ഞു എന്താണ് സംഭവം, കാരയ്ക്ക എന്തിനാണെന്ന് അറിയത്തില്ലെന്ന്. എനിക്കും അറിയത്തില്ല. ഞങ്ങളിവിടെ കാരയ്ക്ക എന്നുള്ള ഈ പേരാണ് പറയുന്നത് കേട്ടോ. പച്ചയ്ക്ക് തിന്നാൻ സൂപ്പറാണ് കേട്ടോ, പച്ചക്ക് കഴിക്കാനും സൂപ്പറാണ്. നമ്മൾ ഉപ്പിലിട്ട് വെച്ച് ചോറിൻ്റെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറായിട്ടുണ്ട് കേട്ടോ. ചോറ് ആയിട്ടുണ്ട്. കറി ഇന്ന് വെണ്ടയ്ക്ക തീയലാണ് കേട്ടോ. അപ്പോൾ അത് വെണ്ടയ്ക്ക തീയലും ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നത് ബീട്രൂട്ട് തോരൻ, അതും ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് നമ്മളത്. പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകണം. ഇന്ന് ഫസ്റ്റ് ദിവസം ഇങ്ങനെ കടന്നു പോവാൻ. എന്താ വാവച്ചിയാണെങ്കിൽ അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. വാവച്ച് കുറേശ്ശെ കഴുകുന്നു കേട്ടോ. ഇപ്പോഴും കൂട്ടുകാരെ, നമ്മുടെ പുതിയ വാടക വീട്ടിലെ ആദ്യത്തെ ഊണ് അതിതാണ് കേട്ടോ. ബീട്രൂട്ട് തോരൻ, പിന്നെ വെണ്ടയ്ക്ക തീയൽ, മാങ്ങ അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടത്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ആഹാരം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാമേ. അങ്ങനെ ചോറും കഴിച്ച് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. വാവച്ചിയും ചോറ് കഴിച്ച്. അല്ലേ വാച്ചി? അങ്ങനെയുണ്ട്? വയ്യ. ഇന്നലത്തെ ക്ഷീണം തന്നെ അല്ലേ? ഒട്ടും വയ്യ. ഈ കിടക്കണ എല്ലാം പറക്കി ഒതുക്കണം. എൻ്റെ പൊന്നു. അങ്ങനെ മീനൂട്ടി രാവിലെ സ്കൂളിൽ പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിളിക്കാനായിട്ട് പോയില്ല. നമ്മൾ സ്കൂൾ വണ്ടിയിൽ തന്നെ ഇവിടെ ഒന്ന് കൊണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ വഴിയിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ കൂപ്പ് ഏരിയയിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പരീക്ഷ കഴിയുന്നവരെ ഇത് ഇത്തിരി പാടാണ്. അപ്പോൾ അതുവരെ എങ്ങനെയെങ്കിലും വിളിക്കണമല്ലോ, മീനൂട്ടി വിളിക്കണമല്ലോ.
അപ്പം അതിൻ്റെ ഇതുമായിട്ട് ഞാൻ വന്നതാണ് ഇപ്പോൾ നമ്മുടെ ഏത് ഏരിയ ഇത് മുസ്ലിം പള്ളിയിലേക്ക് ഏരിയ തന്നെ കേട്ടോ. എന്താ ഇവിടെ ഈ ഏരിയയിൽ നിൽക്കുന്നതല്ല. പിന്നെ മീനൂട്ടി പഠിക്കുന്ന സ്കൂളിലെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. എവിടെ അമ്മയപ്പോൾ നോക്കിയാൽ അപ്പം ഞാൻ രാവിലെ കൊണ്ടുവന്ന കാരയ്ക്ക നല്ല വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ. ഇനി കുപ്പിയിൽ നിറയ്ക്കണം. ചപ്പാത്തി, രാവിലത്തെ ചപ്പാത്തി വേറെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഇതെന്താ ഇതാണ്ട പതുക്കെ തിന്നാ മതി. പതുക്കെ തിന്നേ. ഞാൻ കട്ടനോട് ഇട്ടേക്കാം. ബാവച്ചിതാ ഇവിടെ ചെയ്യുന്നത് കണ്ടോ. ഇതാ മേലിലൊക്കെ ഞാൻ ഒരുക്കി. അപ്പം മേലിൽ നോക്കിയപ്പോൾ ബാവച്ചിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ താഴെ അവിടെ അമ്മേടെ അവിടെ ഒരു തട്ട് കിട്ടി. ആ തട്ടിൽ പറക്കി വെക്കണം എല്ലാ സാധനവും. അതെ, കഴി വൃത്തിയാക്കിയൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അയ്യോ എൻ്റെ ചപ്പാത്തി ഓക്കെ. ചപ്പാത്തി അപ്പൊ അതൊരു അവിടെ റെഡിയായാ? ക്ലീൻ ആയല്ലോ. ശരി ശരി. അപ്പൊ ഇതാണ് ചപ്പാത്തി. അങ്ങനെ നമ്മുടെ പുതിയ വാടക വീട്ടില് വൈകുന്നേരത്തെ ഒരു ലഘു ഭക്ഷണം. ഇന്ന് ഫുൾ ഡേ വീഡിയോ. ഡേ ഇൻ മൈ ലൈഫ് ഇൻ പുതിയ വാടക വീട്. ഡേ ഇൻ മൈ ലൈഫ് ഇൻ പുതിയ വാടക വീട്. ആ അത്തി തന്നെ. പിന്നെ താണ്ട എന്തിനാണ് കാപ്പി. ഇത് കാപ്പിയാണത്, കാപ്പി. അപ്പം അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ നേരെ പിന്നെ വീട്ടിലെ ഓരോ ഒതുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ഒതുക്കി അതിനുശേഷം അവിടെ തുണി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനൂട്ടി ഇതാണ് നമ്മൾ തുണി വെച്ചേക്കണത്. തുണി ഇങ്ങനെ ഓരോ യൂണിഫോം നോക്കിയതാണ്. ഇതൊന്നും ഒതുക്കാനല്ല, യൂണിഫോം നോക്കിയതാണ്. പക്ഷേ ഒതുക്കി തുടങ്ങി അത് തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും കൂടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ പായസം കൊണ്ടുവന്നേ, അരിപ്പായസം. അപ്പോൾ നമ്മൾ അരിപ്പായസം കഴിച്ചായിരുന്നു. പിന്നെ അവർക്ക് കട്ടനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും കട്ടനൊക്കെ കുടിച്ച്. ഇതിപ്പോൾ ഒരു മുറി കിടക്കണതാണ് ഇങ്ങനെ, ഒതുക്കാനുണ്ട്. ഇതിനിപ്പോൾ നാളെ നടക്കുള്ളൂ. അടുപ്പ്, നമ്മളെ അടുപ്പിൻ്റെ ഏരിയയിൽ ഇതാണ് അവസ്ഥ. നമ്മളിതാ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, തട്ടൊക്കെ ഫിറ്റ് ചെയ്ത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അവിടെ കുഞ്ഞ തച്ചു കൊടുത്ത ഒരു ഉടുപ്പാണ് കേട്ടോ. ഉടുപ്പും പിന്നെ പഴയ ഒരു പാവാടയും കൂടെ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ സാധനം തുണികൾ നുള്ളി പറിക്കപ്പോഴത്തേക്ക് കിട്ടിയതാണ്. അതായത് നമ്മൾ വെറുതെ ഒന്ന് ഇട്ട് മാച്ച് നോക്കിയാണ്. അല്ലേ വാവച്ചി? കൊള്ളാം. അത് തന്നെ, കൊള്ളാമെങ്കിൽ കമൻറ്റിൽ എഴുതി അയക്കണേ. ഇത് പുതിയ വാടക വീട്ടിലെ കാഴ്ചകൾ. ടാറ്റ. അപ്പോൾ നമ്മൾ രാത്രിയിടത്തേക്ക് ഇന്ന് ഇവിടുത്തെ നമ്മുടെ എന്താണ് ഇവിടുത്തെ കാഴ്ചകളല്ലേ, പുതിയ വാടക വീട്ടിലെ കാഴ്ചകൾ. അത് രാത്രിയിടത്തത് ആഹാരത്തോടു കൂടി നമ്മൾ ക്ലോസ് ചെയ്യാൻ കേട്ടോ. അല്ലേ വാച്ചി? വാച്ചി പറ, എങ്ങനെയുണ്ട്? അപ്പം ഞങ്ങളുടെ വാടക വീട്ടിലെ ആദ്യ ദിവസം ഇങ്ങനെയൊക്കെ കടന്നുപോയി. അപ്പോൾ എപ്പോഴും വരുമ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.